ഹലോ, പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് പുറത്തേക്ക് വിട്ടും വരാം. അപ്പോൾ ഗേറ്റ് തുറന്ന പാടെ തന്നെ സാറാണ് ആദ്യം മുൻപിലേക്ക് ഓടിയത്. അപ്പോൾ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് അവളെ കയറി പിടിക്കാൻ നോക്കി. പക്ഷെ അത് മതിലിൻ്റെ അവിടെ ചാരി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചെന്ന് കയറിയതിന് ശേഷമാണ് സാറ് കയറിയത്. അപ്പോൾ ഇപ്പോൾ ഒരു 3-3:30 മണിയൊക്കെ ആയിട്ടുണ്ടാകും. അപ്പോൾ ഇക്കോക്ക് ഒരു ദോശ തിന്നാൻ ആഗ്രഹം. പിന്നെ എന്നോട് പറഞ്ഞു ഇപ്പോൾ ഒരു പുതിയൊരു മിൽമയുടെ ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്, അവിടെ വെറൈറ്റി ദോശകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അതുകൂടി ടേസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടും പോണേണ്ട. അപ്പോൾ അവിടെ ചെല്ലാൻ നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ നോക്കിയപ്പോൾ അവിടെ എല്ലാം, അതായത് സ്നാക്സും ജ്യൂസും എല്ലാ സാധനങ്ങളുണ്ട്. പിന്നെ കുറേ വെറൈറ്റി ദോശകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എന്നോട് ചോദിക്കണേന് നിനക്ക് എന്ത് ദോശയാണ് വേണ്ടാന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ പറയാം, ഞാൻ ആദ്യം നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടിരിക്കണേ കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ വന്നിരുന്നപ്പോൾ തന്നെ ഒരു ചായയും 2 മുട്ട ബജിയും പിന്നെ ഒരു ഐസ്ക്രീമും പറഞ്ഞ്. പക്ഷേ സത്യം പറയാൻ മുട്ട ബജി എനിക്കിഷ്ടമായില്ല. ഞാൻ ആകെ അതിൽ മുട്ട ഉണ്ണി മാത്രം തന്നു, വൈറ്റ് സാറപ്പം കൊടുത്തിട്ടാണ്. അപ്പോൾ ഇപ്പോൾ മുട്ട ബജി എന്താ കഴിക്കാത്തതെന്ന് ചോദിച്ചു. ഞാൻ എനിക്ക് വേണ്ട എന്ന് പറയും. ഒരെണ്ണം ഇപ്പോൾ കഴിച്ചപ്പോൾ ബാക്കി എൻ്റെ ഒരെണ്ണം വെച്ചിട്ടാണ് ഞാൻ ആയിരിക്കുന്നത്. എനിക്കങ്ങനെ പൊടിയുള്ള സാധനങ്ങളൊന്നും അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ ഇപ്പോൾ പറഞ്ഞാൽ ഞാൻ ആദ്യം നോളാമെന്ന് പറഞ്ഞിട്ട് ഇപ്പെടുത്ത് ഒന്ന് വായിൽ വെച്ചപ്പോൾ തന്നെ പറഞ്ഞു, ഓ ശരിയാണ്, കൊള്ളൂല കേട്ടാന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് തന്നെ ഞാനൊരു ലൈം ജ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് വന്നു. സാറാണ് ആദ്യം തന്നെ ടേസ്റ്റ് ചെയ്യണം കേട്ടോ. ടേസ്റ്റ് ചെയ്തു. ഞാനപ്പോൾ തന്നെ ഫുള്ളും കുടിച്ച്, കാരണം കയ്പ്പ് ഇറങ്ങുമല്ലോ. അപ്പോഴത്തേക്ക് അതിൻ്റെ ദോശ ഒന്നും, ഞാൻ പറഞ്ഞത് ബട്ടർ ദോശ ആയിരുന്നേ. ബട്ടർ ദോശ ഒന്നും സംഭവം കൊള്ളാം കേട്ടോ, അടിപൊളിയായിരുന്നു. നല്ല മുരിഞ്ഞ ദോശയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കഴിച്ച് കഴിഞ്ഞ് ബില്ലൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ഫ്രണ്ടിലേക്ക് പോയപ്പോൾ പോലീസിനെ കണ്ടിട്ടോ. അപ്പോൾ തന്നെ ഞാൻ വ്ളോഗ് അങ്ങോട്ട് കട്ട് ചെയ്തു. ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നിന്ന് ചിറക്കെത്തിയപ്പോഴാണ് വ്ളോഗ് പിന്നെ സ്റ്റാർട്ട് ചെയ്തത്. ഇത് നമ്മുടെ ചിറക്കാന്ന് പറഞ്ഞിട്ടുള്ള പള്ളുരുത്തിയിലൊരു സ്ഥലം കേട്ടോ. അപ്പോൾ ഇവിടെ കെട്ടുകളൊക്കെയാണ്, ചെമ്മീൻ കെട്ട് അങ്ങനത്തെ എന്തോ കെട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇക്കൊക്കെ ഇടക്ക് മീൻ പിടിക്കാനൊക്കെ ചൂണ്ടിടാനൊക്കെ വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ എനിക്ക് കാണിച്ചു തരും. അതെപ്പോഴും എല്ലായിടത്തും പോകുമ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളും അവിടുത്തെ എന്തെങ്കിലുമൊക്കെ ഒരു കഥകളൊക്കെ ഇവരുടെ ചെറുതിലേ നടന്നിട്ടുണ്ടാകും. ആ കഥകളൊക്കെ എന്നിട്ട് പറഞ്ഞുതരും. പിന്നെ സാറാക്കാണെങ്കിലും ഓരോ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും. പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ കാണിച്ച് അവരുടെ പേരൊക്കെ പറയിപ്പിക്കാൻ നോക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ പോകുമ്പോൾ സാധാരണ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ സംസാരിച്ചിട്ടായിരിക്കും പോകണം കേട്ടോ. അപ്പോൾ അങ്ങനെ സംസാരിച്ചിട്ടൊക്കെ ഇങ്ങനെ പോണേന്. അപ്പോൾ ചില സമയത്ത് നമ്മളിങ്ങനെ സംസാരിച്ച് 1 മണിക്കൂർ കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് ചിലപ്പോൾ 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും എത്തണത്. കാരണം ഓരോ സാധനങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്ന് ഇക്കുവിൻ്റെ പണ്ടത്തെ കഥകളൊക്കെ പറഞ്ഞ് സ്കൂൾ കട്ട് ചെയ്തിട്ട് പോകുന്നതും അങ്ങനത്തെ ഒരുപാട് ഇങ്ങനെ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരും. അപ്പോൾ ഇങ്ങനെ ചിറക്കരുത് നമ്മൾ ആ ഒരു ചിറക്കെന്ന് പറയുന്നത് നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ഇങ്ങനെ ഭയങ്കര കാട്ടിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള ഒരു ഫീലാണ്, അങ്ങനെ നല്ല നോർമലി. അപ്പോൾ നിങ്ങളിപ്പോൾ പോകാൻ ഉദ്ദേശിച്ച സ്ഥലം വേറെയാണ്, പക്ഷെ അത് നമ്മൾ പെട്ടെന്നൊരു മറവ് വന്ന് അത് 2 പേരും മറന്നു പോയിട്ടാണ്. അപ്പോൾ മട്ടാഞ്ചേരിയിലെ വിജയപ്രഭു എന്ന് പറഞ്ഞിട്ടുള്ളൊരു കടയുണ്ട്. വാച്ചിൻ്റെ കട അന്വേഷിച്ചിട്ടാണ്, അതും കണ്ടില്ല. മിക്ക കടകളും ക്ലോസ് ആയിരുന്നു. എന്താ കാര്യം നമുക്ക് അറിയില്ല. എന്നല്ല, മിക്ക വാച്ചുകളുടെയും ഡ്രസ്സുകളൊക്കെ ക്ലോസ് ആയിട്ട് അടിക്കണേന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ വീട്ടിലേക്ക് പോകാം, മഗ്‌രിബിൻ്റെ ടൈം ആകുന്നതിന് മുമ്പ് വീട്ടിലേക്ക് കയറാം എന്നും പറഞ്ഞിട്ട് എൻ്റെ വീട്ടിലേക്കാണേ പോണത്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞാനൊരു 1.5 വർഷം മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വല്യപ്പനായിട്ട് ഡയാലിസിന് പോണ കാര്യങ്ങളെല്ലാം. പക്ഷേ കഴിഞ്ഞില്ല. മുമ്പത്തെ ശനിയാഴ്ച വല്യപ്പ മരിച്ചു.
അപ്പോൾ വല്യമ്മ മരിച്ചിട്ട് 14 ദിവസമായി. അതിൻ്റെ ഇടയ്ക്ക് വല്യമ്മ മരിച്ച പിറ്റത്തെ ആഴ്ച ഉമ്മയുടെ ആങ്ങളേൻ്റെ ഭാര്യയും മരിച്ച്. അപ്പോൾ ഇന്ന് അവിടെ 7 കേട്ടോ. അപ്പോൾ ഞാനപ്പോൾ അങ്ങനെ വീട്ടിൽ തന്നെ ഓരോരും കാര്യങ്ങളൊക്കെ ആയിട്ട് 40 ദിവസം അങ്ങനെ നിൽക്കണേന്ന്. അപ്പോൾ ഇപ്പം നമ്മളാക്കിയിട്ടും പോയി. ഇപ്പൻ്റെ പുറകെ വേറെ പോയിട്ട് ചാച്ച കൊടുക്കണേന്ന് കേട്ടോ. പിന്നെ കുറച്ച് നേരം പിണക്കമൊക്കെ ഉണ്ടാകും. ഇപ്പം എന്നെ പിണങ്ങിയിട്ട് പോണേണ്, കൈയൊക്കെ വീശി ഏട്ടൊക്കെ അങ്ങനെ പോണേണ്. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ പോണേട്ടാന്ന് പറഞ്ഞപ്പോൾ വന്യന് ഒരു 2-3 മിനിറ്റത്തേക്കും മിണ്ടൂല കേട്ടോ ആള്. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് ചെന്നപ്പോൾ വീട് ക്ലോസ് ആയി കിടക്കണേ. അപ്പോഴത്തേക്കും എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി. പിന്നെ നെറ്റ് വീട്ടിലേക്ക് വന്നു. വന്ന വഴിക്ക് ഞങ്ങൾ പച്ചക്കറി വാങ്ങിയിട്ടാണ് വന്നത്. അതായത് ഞാനും നെഹാസും വീട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അവിടെയാണ്. അപ്പോൾ ഇപ്പോൾ ഞാനും അങ്ങോട്ടേക്ക് വന്നു. കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി വന്നതാണ്. ഇനി നാളെ ആകുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെ പോകും. അപ്പോൾ കുറച്ച് തക്കാളി കാര്യങ്ങളെല്ലാം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് എല്ലാ ഫുഡൊക്കെ വെക്കാൻ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പോയി വാങ്ങാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ പച്ചക്കറി വാങ്ങി സ്റ്റോക്ക് ചെയ്ത് വെക്കലാണ് എപ്പോഴും. അപ്പോൾ ഞാനെല്ലാം ഓരോ ട്രേയിലാണ് പച്ചക്കറിയൊക്കെ ഇടുന്നത്. ഇത് തക്കാളിയൊക്കെ ഇടുന്ന ട്രേ ആണ്. അപ്പോൾ അതിലേക്ക് തക്കാളിയും ഉരുളക്കിഴങ്ങും വെച്ചു. 1 ഇഞ്ചി എവിടെ നിന്ന് എനിക്ക് കിട്ടിയതാണത്, അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. പക്ഷേ മാറിപ്പോയി സാധനം വെച്ചത് കേട്ടോ. അപ്പോൾ അത് വേപ്പിലേക്ക് ഓരോ ബോക്സിലാക്കി ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടോ. ഞാൻ എല്ലാവരും എന്നിട്ട് പറയും വേപ്പില മാറ്റി, അതായത് കൊമ്പെല്ലാം മാറ്റിയിട്ട് ഇതിലേക്ക് നമ്മളുടെ വല്ല കണ്ടെയ്നറിലേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാൻ പറയും. പക്ഷെ എനിക്കതങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ഇങ്ങനെ ഇതിലേപോലെ ഞാൻ തണ്ടേ പാടി തന്നെ കറിയിലേക്ക് ഇടും കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജാക്കിൽ സാധനങ്ങളെല്ലാം വെച്ചു. പിന്നെ അപ്പത്തേക്കൊരു വിളി വന്നു, സാധിക ചായ വെച്ച് തരൂ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഞാനപ്പോൾ തന്നെ ചായയൊക്കെ വെച്ച് കൊടുത്ത്. അപ്പോൾ ഒന്ന് തിളച്ച് ഞാനപ്പം തന്നെ തിളക്കുമ്പോൾ അപ്പം തന്നെ ഗ്യാസ് ഒന്നും ഓഫ് ചെയ്യില്ല കേട്ടോ. കുറച്ച് നേരം സിമ്മിലിട്ടിട്ട് ഒന്നും കൂടി തിളപ്പിക്കും. എന്നിട്ട് മാത്രമേ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുള്ളൂ. അപ്പോഴത്തേക്കും നമ്മളുടെ കടുപ്പൊക്കെ ഒന്ന് ഇത്തിരി ഇളകി വരും. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് കടുപ്പം ഇട്ടൊന്നും കൊടുക്കൂല കേട്ടോ. അപ്പോൾ എന്താണ് ചായ റെഡിയായി ഗ്ലാസ്സിലേക്ക് മാറ്റണേന്. ഞാൻ പൊതുവെ ഗ്ലാസ്സിലേക്ക് മാറ്റുമ്പോൾ ഒന്ന് പൊക്കി ഒഴിക്കാൻ നോക്കും. അതാകുമ്പോൾ മേളിൽ പത പോലെ വരുമല്ലോ. എനിക്ക് അങ്ങനെയൊക്കെ ചായ കൊടുക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. ഇവിടെ ഇക്കും അങ്ങനെ കൊടുക്കുന്നതാണ് ഇഷ്ടം. മറ്റേ പതയില്ലാണ്ട് കൊടുക്കുമ്പോൾ ചോദിക്കായോ ഇതെന്താണ്, പെട്ടെന്ന് പാടയും തട്ടുമല്ലോ. ഞാനിപ്പോൾ തന്നെ കൈയോടെ തന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച്. കാരണം ഇനി അതവിടെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ രാത്രി എഴുന്നേറ്റിട്ട് പാത്രം കഴുകേണ്ടി വരും. പാത്രങ്ങൾക്ക് ഒന്നുകൂടി കിടക്കുമ്പോൾ ഒരു മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല. കാരണം പാത്രങ്ങൾ രാവിലെ തന്നെ കാണുന്നില്ല എന്നുള്ളൊരിതിൽ. അപ്പോൾ ഞാൻ സാധാരണ പാത്രം കഴിയുമ്പോൾ പാത്രം കഴുകുന്ന സംഭവം എല്ലാം, അതായത് സിഗും എല്ലാ കാര്യങ്ങളൊക്കെ കഴുകി എല്ലാം ഇതായിട്ട് റെഡിയാക്കി തുടച്ച് വൃത്തിയാക്കിയിട്ട് ഞാൻ അടുക്കളയിൽ നിന്ന് വിട്ട് പോകുള്ളൂ കേട്ടോ. അതുവരെയും സാറാണ് ഇക്കോ നോക്കും. അതുകൊണ്ടിട്ട് അപ്പോൾ എനിക്ക് കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ സിങ്കും കാര്യങ്ങളൊക്കെ കഴുകണേന്. അപ്പോൾ ആ ജ്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വളരെ വിലപ്പെട്ടൊരു രഹസ്യമാണ് സംഭവം. എന്താ പറയുക, ഞാനൊരു ജ്യൂസ് പറഞ്ഞു, മിക്സഡ് ജ്യൂസാണ് അത് കേട്ടോ. ജ്യൂസ് പറഞ്ഞു, പക്ഷേ എല്ലാ സാധനവും എന്തോ 3 ഇതിലായിട്ട് നിൽക്കണം. അടിയിൽ എന്തോ ഒരു നിറം, നടുക്കൊരു മുന്തിരിൻ്റെയൊക്കെ ഒരു നിറം, മേളിൽ ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനത് എനിക്ക് വേണ്ട എന്നും പറഞ്ഞിട്ട് ഞാനത് അവിടെ വെച്ചതാണ്. അപ്പോൾ നാളെ രാവിലെ എടുത്തിട്ടുണ്ട് കളയാനെന്നും പറഞ്ഞിട്ടുള്ള രീതിയിൽ വെച്ചേക്കണം കേട്ടത്. അപ്പോൾ ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ട് സിങ്കൊക്കെ കഴുകി, അതായത് എണ്ണമഴ ഉണ്ടെങ്കിൽ അത് പോയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ അങ്ങനെ ടിഷ്യൂ പേപ്പർ ഇട്ടിട്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ കൈയൊക്കെ കഴുകി ഇനി ഉറങ്ങാനൊക്കെ വേണ്ടി പോകണം. മേലെ കഴുകുമെങ്കിലും എനിക്ക് ആ പണിയെല്ലാം കഴിയുമ്പോൾ പാത്രം കഴിയുമ്പോൾ കൈ കഴുകിയില്ലെങ്കിൽ എനിക്ക് എന്തോ എനിക്കിഷ്ടമല്ല.
ഞാൻ പണ്ട് മുതലേ അത് അങ്ങനെ കഴുകും, കൈയും ഹാൻഡ് വാഷൊക്കെ ഇട്ടിട്ട് കഴുകി പിന്നെ വെള്ളം വേണമായിട്ട്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.